കുറെ കാലം കഴിഞ്ഞ് നമ്മളൊക്കെ മുളച്ചു പൊന്തിയപ്പോ നമുക്ക് തോന്നുകയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാല് നമുക്ക് തോന്നുക അത് ചിലപ്പോ ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടായിട്ട് ഇക്കാരെന്ന്. 10 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പറഞ്ഞു കേട്ടാ തോന്നും ഇവന് 20 ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ട്. ഒരു ഹദീസ് തന്നെ മുഴുവൻ അറിയില്ല. നമുക്ക് ആകെ അറിയണ ഒരു ഹദീസ് എന്താ വെച്ചാല് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോ ഒരു ഹദീസ് മുഴുവനായിട്ടില്ലല്ലോ, അതിനെന്നെ ഇനി ബാക്കിയുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ ഔ ഇംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന് പറഞ്ഞാലേ ഹദീസിന്റെ ലഫ്ള് മുഴുവനാവുള്ളൂ. പക്ഷെ ലഫ്ള് പോരാ, അതിന്റെ സനദും അറിയണം, അപ്പോഴൊരു ഹദീസാവുള്ളൂ. അങ്ങനെ 10 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കയ്യ് നെഞ്ചിന്റെയും ബുക്കളിന്റെയും ഇടയിലാണ് കെട്ടേണ്ടതെന്ന് പറഞ്ഞപ്പോ നമുക്ക് തോന്നി അതിപ്പോ ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടായിട്ടേ കാരം. പറഞ്ഞേട്ടാ തോന്നും ഇവന് നൂലുമ്മ ആകാശത്ത് നിന്ന് ഹദീസ് ഇറങ്ങുന്നുണ്ട് എന്ന്. നമ്മളെ പഴമക്കാരായ ആൾക്കാരെ ആളെ നോക്കും, എന്തേ പറഞ്ഞത് ആരെ പറഞ്ഞത് നോക്കുമായിരുന്നു. അതാണ് നമ്മളെ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാലത്തും അഹ്ലുൽ ഹഖിന്റെ കൂടെ നിന്നു, സത്യത്തിന്റെ അഹ്ലുകാരുടെ കൂടെ നിന്നു. ത്വരീഖത്ത് വന്ന കാലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനവറുകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷെ നമ്മൾ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിൽക്കും. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഹാനവറുകളുടെ കാലത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അഭിപ്രായ വ്യത്യാസത്തേക്ക് നമ്മൾ പോകൂല. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ഹഖാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് റിഫായി ഷെയ്ഖിന്റെ കൂടെ നിൽക്കും. ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കും. ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഈ പറഞ്ഞ സംഭവമൊക്കെ വന്നു.